പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾ. ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു. സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന പല രോഗികളും ചികിത്സയ്ക്കായി ഉയർന്ന തുക കണ്ടെത്തേണ്ട ഗതികേടിലാണ്. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ. രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല. മരുന്ന് ലഭ്യമല്ല, വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത്. 2 ആഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായെന്ന് രോഗികൾ പറയുന്നു. കുറേയായി മരുന്ന് കിട്ടാണ്ട്, ഒരു 1.5 മാസമായി മരുന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ദിവസം 1500 രൂപ ചിലവേറുണ്ട്. ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും, 28 വർഷം വാടക. എപ്പോഴാണ് മകളുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. മരുന്ന് ഒരാഴ്ച കിട്ടിയില്ല, ബുദ്ധിമുട്ടാണ്. ഒന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. 3000, 3500 ഞങ്ങൾ 500 കൂലിക്കാരൊക്കെ 3000 കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്ന് ഇപ്പോൾ ഒരാഴ്ചയിലാണ്, മരുന്ന് നിർത്താനും പറ്റില്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ്. മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത്. വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മിനി ക്യാപ്പ്, എംടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത്. MP-യും MLA-യും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം. വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. News 18 പാലക്കാട്.